ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2014 പുറത്തിറങ്ങിയ മനം എന്ന തെലുഗു മൂവിയുടെ കഥയുമായിട്ടാണ്. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ബിട്ടുവിൻ്റെ അമ്മയായ കൃഷ്ണയും അച്ഛനായ രാധയും ചേർന്ന് ബിട്ടുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ്. ബിട്ടു എഴുന്നേൽക്കുന്ന സമയത്ത് താഴെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ക്യാമറയിൽ ബാറ്ററി ഇട്ടോ ഓൺ ചെയ്തോ എന്ന് കൃഷ്ണ രാധയോട് ചോദിക്കും. ഇന്ന് ബിട്ടുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഡേറ്റ് ആഡ് ചെയ്തോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ 13/2/83 എന്നുള്ള ഡേറ്റ് രാധ ക്യാമറയിൽ ആഡ് ചെയ്യണം. അതിനുശേഷം രാധ ക്യാമറ ഓൺ ചെയ്ത് തൻ്റെ ബർത്ത്ഡേ വിഷസ് ക്യാമറയിലൂടെ പകർത്തുകയാണ്. നിന്നെപ്പോലെ ഒരു റൗഡിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും ഇനിയും ഇതിനേക്കാൾ വലിയൊരു റൗഡി ആവണമെന്നും ഞാൻ വാങ്ങിത്തരുന്ന ഗിഫ്റ്റ് എല്ലാം ഒരാഴ്ച കൊണ്ട് തന്നെ കേടുവരുത്തണം, അപ്പോഴേ അച്ഛന് പുതിയ പുതിയ ഗിഫ്റ്റ് വാങ്ങിത്തരാൻ പറ്റുള്ളൂ എന്നാണ് രാധ പറയുന്നത്. മതി ഇനി ക്യാമറ എൻ്റെ അടുത്തേക്ക് തിരിക്കുമെന്ന് കൃഷ്ണ അല്പം ദേഷ്യത്തോടെ പറയുന്നു. അപ്പോൾ രാധ കൃഷ്ണയ്ക്ക് നേരെ ക്യാമറ തിരിക്കുകയാണ്. കൃഷ്ണയും ബിട്ടുവിന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. നിനക്ക് എത്ര പെട്ടെന്നാണ് 6 വയസ്സായതെന്നും നീ ഒരു നല്ല കുട്ടിയാണെന്നും വലുതാവുമ്പോൾ എല്ലാവരെയും സഹായം ചെയ്ത് അച്ഛനും അമ്മയ്ക്കും എന്നും അഭിമാനിക്കാവുന്ന കുട്ടിയായി മാറണമെന്നും കൃഷ്ണ പറയുന്നു. മതി ഇനി താഴോട്ടേക്ക് പോവാമെന്ന് പറയുമ്പോൾ ലേഡീസ് ഫസ്റ്റ് എന്നാണ് രാധ പറയുന്നത്. കൃഷ്ണ മുന്നിൽ നടക്കുമ്പോൾ രാധ അവളുടെ ഇടുപ്പിന്റെ വീഡിയോ എടുക്കുന്നു. ഇത് മനസ്സിലാക്കിയ കൃഷ്ണ പെട്ടെന്ന് തന്നെ സാരി കൊണ്ട് ഇടുപ്പ് കവർ ചെയ്യണം. പിന്നെയും കുറച്ചല്പം കാണുന്ന ഭാഗത്തൂടെ വീണ്ടും വീഡിയോ എടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് മറച്ചു വെക്കുന്നു. കൃഷ്ണ രാധയോട് അല്പം ദേഷ്യത്തിലാണ്. ഉറങ്ങിക്കിടക്കുന്ന ബിട്ടുവിനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഉണർത്തുകയാണ്. ഇതെല്ലാം രാധ വീഡിയോ എടുക്കുന്നുണ്ട്. എന്റെ ഗിഫ്റ്റ് എവിടെയാണെന്നാണ് ബിട്ടു ചോദിക്കുന്നത്. ഗിഫ്റ്റ് മാത്രം അച്ഛൻ വാങ്ങിത്തരണം, പക്ഷെ ഹഗ് ചെയ്യുന്നത് അമ്മയെയും. അപ്പൊ അച്ഛന് ഹഗ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബിട്ടു വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ ബിട്ടു തന്റെ ഗിഫ്റ്റ് വെച്ച മുറി ഓപ്പൺ ചെയ്യുകയാണ്. മുറി തുറന്നപ്പോൾ കാണുന്നത് നിറയെ ബലൂണും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സൈക്കിളും. സൈക്കിൾ കാണുമ്പോൾ ബിട്ടുവിന് ഒരുപാട് സന്തോഷമാകുന്നു. കേക്ക് കട്ടിയാൻ പോകുന്ന സമയത്ത് കൃഷ്ണ വേഗം ബിട്ടുന്ന് എഴുതിയ പേര് കേക്കിൽ നിന്നും മായ്ച്ചു കളയണം. കേക്കിലാണെങ്കിലും ബിട്ടുവിന്റെ പേരിൽ കത്തിവെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നാണ് കൃഷ്ണ പറയുന്നത്. ഇതിനിടയിൽ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ചിട്ട് കേക്ക് കട്ടിയാൻ ബിട്ടുവിന്റെ ഫ്രണ്ട് രഹസ്യമായി പറയുന്നു. അപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കൈ പിടിച്ചിട്ട് അച്ഛനും അമ്മയും ഒരിക്കലും വഴക്കിടാതെ എന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് ബിട്ടു പ്രാർത്ഥിക്കുകയാണ്. ഗസ്റ്റുകളെ സൽക്കരിക്കുന്നതിനിടയിൽ കൃഷ്ണ നോക്കുമ്പോൾ ബിട്ടു ഒറ്റയ്ക്കിരിക്കുകയാണ്. മറ്റുള്ള കുട്ടികളോടൊപ്പം കളിക്കാതെ നീ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്ന് കൃഷ്ണ ചോദിക്കുന്നു. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെയല്ലേ കളിക്കാറ്, എന്നെ എന്തിനാണ് ഒറ്റയ്ക്ക് വിട്ടു പോയത് എന്ന് ബിട്ടു ചോദിക്കുമ്പോൾ ഞാൻ എവിടെയും വിട്ടിട്ട് പോയില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിനക്ക് എന്നെ വേണമെന്ന് തോന്നുമ്പോൾ അമ്മ എന്ന് വിളിച്ചാൽ മതി, ഞാൻ 1 സെക്കൻഡ് കൊണ്ട് ഓടിയെത്താം എന്നാണ് കൃഷ്ണ പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ ഫ്ലാഷ് ബാക്ക് ആണ്. ആദ്യം കാണിക്കുന്നത് അവരുടെ മാരേജ് ഇൻവിറ്റേഷൻ കാർഡാണ്. അതിൽ അവരുടെ മുഴുവൻ പേര് രാധാകൃഷ്ണൻ എന്നും കൃഷ്ണവേണിയും എന്നാണ്. അവരുടെ ഒരു അറേഞ്ച് മാരേജ് ആണ്. മാരേജ് കഴിഞ്ഞതിന് ശേഷം ആദ്യമെല്ലാം അവരുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പിന്നീട് നിസാര കാര്യങ്ങൾക്ക് പോലും അവർ വഴക്കിടുന്നത് പതിവായി മാറുകയാണ്. ഈ ഒരു വഴക്കിടുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ പലപ്പോഴും ബിട്ടു ടേബിളിന്റെ അടിയിൽ പോയി കിടന്ന് ചെവി പൊത്തി കിടക്കാറുണ്ട്. ഒരു ദിവസം കൃഷ്ണയാണെങ്കിൽ ഒരു ഉണ്ടി എടുത്ത് അതിൽ 1 രൂപ കോയിൻ കൊണ്ട് ഇടുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴൊക്കെ വഴക്കുന്നു അപ്പോഴെല്ലാം ഞാൻ ഇതിൽ 1 രൂപ ഇടുമെന്നും ആ പൈസ കൊണ്ട് വീട്ടിലേക്ക് ഉപകാരമായ വല്ല സാധനവും വാങ്ങുമെന്നും കൃഷ്ണ പറയുന്നു. ആദ്യം ഉണ്ടിക കിട്ടുമ്പോൾ 30 രൂപയായിരുന്നെങ്കിൽ പിന്നീട് അത് അങ്ങോട്ട് 200, 300 അങ്ങനെ കൂടി വരികയാണ്. അതിനർത്ഥം അത് അവർ അത്രമാത്രം വഴക്കിടുന്നു എന്നാണ്. അങ്ങനെ വീട്ടിൽ പ്രശ്നം കൂടി വന്നപ്പോൾ രാധ തന്റെ പെൺസുഹൃത്തിനോട് ഈ കാര്യം ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് സോറി പറയാറുണ്ടെന്നും എങ്കിലും പ്രശ്നം സോൾവ് ആകാറില്ല എന്നും രാധ പെൺസുഹൃത്തിനോട് പറയുന്നു. നീ ഇത്രയും സോറി പറയാറുണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും ഐ ലവ് യു പറയാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അറേഞ്ച് മാരേജ് ആണ് എന്നാണ് രാധ പറയുന്നത്. അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഐ ലവ് യു പറയാൻ പാടില്ല എന്നുണ്ടോ എന്നാണ് പെൺസുഹൃത്ത് ചോദിക്കുന്നത്. നിനക്ക് അവളോട് അത്രമാത്രം ഇഷ്ടമുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റ് ആയിട്ട് നൽകാൻ പെൺസുഹൃത്ത് ഉപദേശിക്കുന്നു. തന്റെ കുട്ടിയോടൊപ്പം ഓട്ടോയിൽ പോകുന്ന കൃഷ്ണ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കാണുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ബീറോ ഓപ്പൺ ചെയ്തപ്പോൾ കൃഷ്ണയുടെ ഒരു ആൽബം രാധയ്ക്ക് കിട്ടുന്നു. അതിൽ നിന്നും കൃഷ്ണ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണെന്ന് രാധ മനസ്സിലാക്കുന്നു. പിന്നെ കാണിക്കുന്നത് ബിട്ടുവിന്റെ ബർത്ത്ഡേ കേക്കിൽ ബിട്ടുവിന്റെ പേര് എന്തിനാണ് എഴുതിയെന്ന് പറഞ്ഞ് കൃഷ്ണ രാധയുടെ അടുത്ത് വഴക്കിടുന്നതാണ്. ഞാൻ ആ ബേക്കറിക്കാരോട് പ്രത്യേകം പറഞ്ഞതാണ് പേരെഴുതാൻ പാടില്ല എന്നും അവർ മറന്നിട്ട് അങ്ങനെ ചെയ്തതാണെന്നും രാധ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ബേക്കറിക്കാരന് എങ്ങനെയാണ് ബിട്ടുവിന്റെ പേര് അറിയുന്നത് എന്ന് പറഞ്ഞ് കൃഷ്ണ വീണ്ടും വഴക്കിടുകയാണ്. അതൊരു അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്നും രാധ പറയുന്നു. എന്തു പറഞ്ഞിട്ടും കൃഷ്ണ കൺവിൻസ് ആകാതെ ഇപ്പോൾ തല്ലുകൂടാനാണോ നമ്മൾ മാരേജ് കഴിച്ചത്, ഇതിനേക്കാൾ നല്ലത് പിരിയുന്നതാണ് എന്ന്
രാധെ പറഞ്ഞു പോവുകയാണ്. പിരിയാമെന്ന് പറഞ്ഞത് കൃഷ്ണയ്ക്ക് വീണ്ടും വിഷമമാവുകയാണ്. അതിന്റെ പേരിൽ അവൾ വീണ്ടും വഴക്കടിക്കുന്നു. ടെൻഷൻ കൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്നും നാളെ തന്നെ ഒരു ലോയറിനെ കാണാമെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഞാനൊരു ശല്യമാവില്ല എന്നും കൃഷ്ണ പറയുന്നു. രണ്ടുപേരും എന്ന് ഉദ്ദേശിച്ചതിന്റെ അർത്ഥം രാധയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൻ അത് ചോദിക്കുന്നുമുണ്ട്. പക്ഷെ കൃഷ്ണ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അവൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. വിഷമിച്ച് നിന്ന രാധയുടെ കയ്യിൽ നിന്നും അവൾക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് താഴെ വീഴുകയാണ്. ആ ഗിഫ്റ്റില് ഉള്ളത് ഒരു ചിലങ്കയായിരുന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം പത്രക്കാരൻ വന്ന് പത്രമിടുന്നതാണ്. ആ പത്രത്തിൽ പ്രത്യേകം ഡേറ്റ് കാണിക്കുന്നുണ്ട്. 14/2/83, അതായത് ബർത്ത്ഡേ കഴിഞ്ഞ പിറ്റേ ദിവസം. രാവിലെ എണീറ്റ് ബിട്ടു അമ്മയെ വിളിക്കണം. അച്ഛനും അമ്മയും പുറത്തു വരികയാണ്. 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. നിനക്കുള്ള പാല് ടേബിളിലുണ്ട്, നീ അതെടുത്ത് കുടിക്കുകയെന്ന് അവിടുത്തെ വേലക്കാരി പറയുന്നു. പാലെടുത്തിട്ട് ബിട്ടു ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് അണഞ്ഞു പോവുകയാണ്. മാത്രമല്ല അക്യൂറത്തിലുള്ള ഫിഷ് ആണെങ്കിൽ ചത്തു കിടക്കുന്നു. പെട്ടെന്ന് തന്നെ ബിട്ടുവിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണ് പൊട്ടുകയാണ്. പുറത്തു വന്ന ബിട്ടു കാർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ പെട്രോൾ ലീക്കായതും കാണുന്നു. ഈ സമയം കൃഷ്ണയും രാധയും കൂടെ കാറിൽ പോവുകയാണ്. കാറിൽ പെട്രോൾ ലീക്ക് ആവുന്നുണ്ട്. ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ? അവളുടെ കൂടെ ജീവിക്കാൻ ഞാൻ ബിട്ടു ഒരു തടസ്സമായില്ല എന്നാണ് കൃഷ്ണ പറയുന്നത്. ഇത് കേട്ട രാധയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. നീ എന്താണ് ഈ പറയുന്നത് എന്ന് രാധ ചോദിക്കുന്നു. നിന്നെ പോലെ ഒരാളെ പ്രേമിച്ചതിന് എനിക്ക് ഡിവോഴ്സ് അല്ല, മരണമാണ് വേണ്ടത് എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അവരുടെ കാർ ആക്സിഡന്റിൽ പെടുകയാണ്. രാധ മെല്ലെ എണിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന കൃഷ്ണനെ വിളിക്കുകയാണ്. പക്ഷെ എത്ര വിളിച്ചിട്ടും അവൾ എഴുന്നേക്കുന്നില്ല. നീയും ബിട്ടു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ വീണ്ടും വീണ്ടും അവളെ വിളിക്കുന്നു. ഈ സമയം കാറിന്റെ നേരെ ഒരു ലോറി വരുന്നത് രാധയെ കാണുന്നുണ്ട്. കൃഷ്ണയ്ക്ക് മെല്ലെ ഒരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും ലോറി വന്ന് കാറിൽ ഇടിക്കുകയും കാറിലേക്ക് തീ പടരുകയും ചെയ്യുന്നു. ഇരുവരും മരണപ്പെടുന്നു. പിന്നെ കാണിക്കുന്നത് മുംബൈയാണ്. അവിടെ ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുകയാണ്. ആ വർഷത്തെ ഏറ്റവും നല്ല ബിസിനസ്മാനുള്ള അവാർഡ് രാധാകൃഷ്ണ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയുടെ MDയും ചെയർമാനുമായ മിസ്റ്റർ നാഗേശ്വര റാവുവിനാണ്. അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് ആങ്കർ നാഗേശ്വര റാവുവിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന്റെ 6ാമത്തെ വയസ്സിൽ തന്റെ അച്ഛനും അമ്മയും നഷ്ടമായെന്നും പക്ഷെ അതൊന്നും പഠനത്തെ ബാധിച്ചില്ല എന്നും പറയുന്നു. 5 വർഷം മുമ്പ് അദ്ദേഹം സ്വന്തമായി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്നും ഇന്നതിൽ 55,000 പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഫോർച്യൂൺ 500 ലിസ്റ്റിൽ ഈ കമ്പനി ഉണ്ടെന്നും അതൊരു നിസ്സാര കാര്യമല്ലെന്നും അത് മാത്രമല്ല അദ്ദേഹം എലിജിബിളായ ബാച്ചിലർ ആണെന്നും പക്ഷെ അദ്ദേഹം എപ്പോഴും പറയാറ് അദ്ദേഹം ഓൾറെഡി മാരീഡ് ആണ്. വൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആണ് എന്നാണ് ആങ്കർ പറയുന്നത്. അവാർഡ് വാങ്ങി കാറിൽ പോകുമ്പോൾ നാഗേഷ് റാവു തന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാണ്. ബിട്ടുവും അച്ഛനും അമ്മയും ബർത്ത്ഡേക്ക് ചേർന്നെടുത്ത ഫോട്ടോ ആയിരുന്നു ലാപ്ടോപ്പ് സ്ക്രീനിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും ഇപ്പോൾ എന്നെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നുണ്ടാവും എന്ന് ബിട്ടു പറയുന്നു. ജീവിതത്തിൽ ഓരോ നിമിഷവും നിങ്ങളെ ഓർത്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്നും ഇന്ന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയപ്പോൾ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്തെന്നും പറഞ്ഞ് ബിട്ടു കണ്ണു തുടയ്ക്കുന്നു. പിന്നെ കാണിക്കുന്നത് മുംബൈ എയർപോർട്ടാണ്. പ്ലെയിനിൽ ഇരുന്നുകൊണ്ട് ബിട്ടു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയാണ്. ആ സമയം ലേഡീസ് ഫസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്ന് ബിട്ടുവിന്റെ അടുത്ത് ഇരിക്കുകയാണ്. ആളാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് മ്യൂസിക് വല്ലാതെ എൻജോയ് ചെയ്യാണ്. ഇത് ബിട്ടുവിന് വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നു പറയാനായിട്ട് ആളെ വിളിച്ചപ്പോൾ മുഖം കണ്ട് ബിട്ടു ഞെട്ടുകയാണ്. കാരണം ആളിരിക്കുന്നത് ബിട്ടുവിന്റെ അച്ഛനെ പോലെ തന്നെയായിരുന്നു. മാത്രമല്ല ബിട്ടുവിന്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് മാർക്ക് അതേപോലെ തന്നെ ആ പയ്യന്റെ കയ്യിലും ഉണ്ടായിരുന്നു. എയർ ഹോസ്റ്റിനെ വായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിട്ടു തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ലേഡീസ് ഫസ്റ്റ് എന്തിനാണെന്ന് പറഞ്ഞു വെച്ചാൽ ലേഡീസ് ഫസ്റ്റ് പോകുമ്പോൾ നമുക്ക് പിന്നിൽ നിന്ന് നോക്കാനാണെന്ന് ആ പയ്യൻ ബിട്ടുവിനോട് പറയുന്നു. ബിട്ടു ആണെങ്കിൽ ആ പയ്യന്റെ ഓരോ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കിയാണ്. ഹൈദരാബാദിൽ ഏത് കോളേജിലാണ് ഏത് ഹോസ്റ്റലാണെന്ന് അങ്ങനെ. പക്ഷെ ഒരുപാട് ചോദ്യം ചോദിക്കുമ്പോൾ ആ പയ്യൻ അതങ്ങ് അത്ര ഇഷ്ടമാവുന്നില്ല. അപ്പൊ ബിട്ടു ഞാൻ നാഗേശ്വര റാവു ആണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് നാഗാർജുനാണെന്നും ഇനിയെങ്കിലും എന്നെ പാട്ട് കേൾക്കാൻ സമ്മതിക്കണമെന്നും അനിഷ്ടത്തോടെ ആ പയ്യൻ പറയുകയാണ്. ബിട്ടു നാഗാർജുന്റെ ഒപ്പം സെൽഫി എടുക്കാനായി നാഗാർജുന്റെ ഫേസിലേക്ക് തന്റെ ഫേസ് അടുപ്പിച്ച് വെക്കുകയാണ്. ഇത് കണ്ട നാഗാർജുനക്ക് ദേഷ്യം വരികയാണ്. നാഗാർജുന വിചാരിക്കുന്നത് ബിട്ടു തന്നെ കിസ് ചെയ്യാൻ വന്നതാണെന്ന്. ഞാൻ മെമ്മറീസിന് വേണ്ടി ഫോട്ടോ എടുത്താണെന്ന് ബിട്ടു പറയുന്നു. എനിക്ക് ഇങ്ങനത്തെ മെമ്മറി ആവശ്യമില്ല എന്ന് നാഗാർജുന ദേഷ്യപ്പെടുകയാണ്. നാഗാർജുന സീറ്റ് മാറാൻ ശ്രമിക്കുമ്പോൾ ബിട്ടു സോറി പറയും. ഞാൻ ഇനി അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് ദൂരത്തേക്ക് മാറിയിരിക്കുകയാണ്. ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങിയ ബിട്ടു നാഗാർജുനയ്ക്ക് വേണ്ടി തിരയുകയാണ്. നാഗാർജുനാണെങ്കിൽ ബിട്ടു കാണാതെ ഒളിഞ്ഞിരിക്കുകയാണ്. നാഗാർജുനെ കണ്ടതും ഞാൻ കാറിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് ബിട്ടു പറയുന്നു. എനിക്ക് കാറുണ്ടെന്ന് പറഞ്ഞ് നാഗാർജുന അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. വീട്ടിലെത്തിയ ബിട്ടു തന്റെ ബർത്ത്ഡേക്ക് അച്ഛനും അമ്മയും എടുത്ത വീഡിയോ കാണുകയാണ്. അച്ഛനെ കണ്ട കാര്യം ബിട്ടു തന്റെ വളർത്തു നായിയോട് പറയുകയാണ്. അച്ഛൻ പുനർജനിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും എവിടെയെങ്കിലും പുനർജനിച്ചിട്ടുണ്ടാവും. അമ്മനെ എന്തായാലും കണ്ടുപിടിക്കണം എന്നാണ് ബിട്ടു പറയുന്നത്. ബിട്ടു അങ്ങനെ അമ്മയെ തെരഞ്ഞ് പല സ്ഥലങ്ങളിലും പോവുകയാണ്. പക്ഷെ അമ്മയെ എവിടെയും കാണാൻ കഴിയുന്നില്ല.
കാർ ഒരു സിഗ്നലിൽ നിൽക്കുകയാണ്. അത് രാധയുടെയും കൃഷ്ണന്റെ ആക്സിഡന്റ് ആയ സ്ഥലമായിരുന്നു. ഒരുപാട് തെരഞ്ഞിട്ടും അമ്മയെ കാണാത്തത് കൊണ്ട് അമ്മ എന്ന വിഷമത്തോടെ ബിട്ടു വിളിച്ചു പോവുകയാണ്. ആ സമയം കാറിന്റെ മുന്നിൽ ഒരു പെൺകുട്ടി ടൂ വീലർ കൊണ്ട് നിർത്തുന്നു. അത് ബിട്ടുവിന്റെ അമ്മയായിരുന്നു. അമ്മ എന്ന് വിളിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ നിന്റെ മുന്നിലെത്താം എന്ന് പണ്ട് അമ്മ പറഞ്ഞത് ബിട്ടു ഓർക്കുകയാണ്. ബിട്ടു അങ്ങനെ അവരെ പിന്തുടരുകയാണ്. അവർ ഒരു വലിയ മാളിലെ ബുക്ക് ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ എത്തി ബിട്ടു അമ്മയെ തിരയുകയാണ്. ആ സമയം അമ്മ വന്നിട്ട് നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്നും എനിക്ക് നല്ല പരിചയമുണ്ട്, പക്ഷെ ഓർക്കാൻ കഴിയുന്നില്ല എന്നും എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിനക്കും അതുപോലുള്ള ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, ഓർത്ത് നോക്കിയെന്ന് പറയുന്നു. ഈ സമയം പ്രിയ നീ പറഞ്ഞ ബുക്ക് ഇതല്ലേ എന്ന് പറഞ്ഞ് ഫ്രണ്ട് അടുത്തേക്ക് വരുന്നു. ചിന്നുവിന് 6 വയസ്സല്ലേ, അപ്പൊ ഇത് പെർഫെക്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും എന്നാണ് പ്രിയ പറയുന്നത്. ഈ ബുക്ക് നല്ല ബുക്കാണെന്ന് ബിട്ടു പറയുന്നു. ഈ ബുക്കിനെ കുറിച്ച് നിങ്ങൾക്കും അറിയോ എന്ന് പ്രിയ ചോദിക്കുകയാണ്. ചെറുതായിരിക്കുമ്പോൾ ഇതിലെ കഥ വായിച്ചിട്ടാണ് അമ്മ തന്നെ ഉറക്കാറെന്നും ഇപ്പോഴും ഉറക്കം വരുന്നില്ലെങ്കിൽ ഞാൻ ഈ ബുക്കിലെ കഥ വായിച്ചിട്ടാണ് ഉറങ്ങാറ് എന്നും ബിട്ടു പറയുന്നു. അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെന്ന് തോന്നുന്നു എന്നാണ് പ്രിയ ചോദിക്കുന്നത്. എന്റെ ലൈഫിൽ ഏറ്റവും വണ്ടർഫുൾ ആയ പേഴ്സൺ ആണ് എന്റെ അമ്മയെന്നും അച്ഛനാണെങ്കിൽ 2 മണിക്കൂർ കൂടെ ഇരുന്നിട്ടും തന്നെ മനസ്സിലായില്ല എന്നും അമ്മയാണെങ്കിൽ തന്നെ തെരഞ്ഞുകൊണ്ട് വന്നെന്നും അതാണ് അമ്മയും കുട്ടികളും തമ്മിലുള്ള മാജിക്കൽ കണക്ഷൻ എന്നും ബിട്ടു പറയുന്നു. എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ടെന്നും നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാം എന്നും പ്രിയ ബിട്ടുവിനോട് പറയുകയാണ്. ഇത് കേട്ട ഫ്രണ്ട് പ്രിയയെ മാറ്റി നിർത്തിയിട്ട് നിനക്ക് വല്ല വട്ടുണ്ടോ, എന്തിനാണ് ഒരു പരിചയമില്ലാത്ത ഒരാളെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട പ്രിയ ബിട്ടുവിന്റെ അടുത്ത് പോയിട്ട് എന്റെ പേര് പ്രിയയാണെന്നും അതെന്റെ ഫ്രണ്ട് വിദ്യയാണെന്നും സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ നാഗേശ്വര റാവു ആണെന്ന് ബിട്ടു പറയുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിട്ടു സംസാരിച്ചത് മുഴുവനും അമ്മയെക്കുറിച്ചാണ്. ഇത് കേട്ട പ്രിയ പറയണ അമ്മയെക്കുറിച്ച് ഇത്രയും സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന്. നാളെ എക്സാം ഉണ്ട്, നമുക്ക് പോവാം എന്ന് വിദ്യ നിർബന്ധിക്കുന്നു. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് പ്രിയ പറയുന്നു. നാളെ ഏത് എക്സാം ആണെന്ന് ചോദിക്കുമ്പോൾ എക്കണോമിക്സ് ആണെന്ന് പ്രിയ പറയുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറഞ്ഞ് ബിട്ടു പ്രിയക്ക് വരുന്ന ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇത് പ്രിയക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു എക്സാം പാസ്സാവാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് പ്രിയ തന്റെ നമ്പർ കൊടുക്കുകയും 12:30 എന്റെ എക്സാം കഴിയുമെന്നും എന്നെ നിർബന്ധമായിട്ട് ഫോൺ ചെയ്ത് എക്സാം എങ്ങനെ എഴുതിയെന്ന് ചോദിക്കണമെന്നും പറയുന്നു. പ്രിയയുടെ നമ്പർ അമ്മ എന്ന പേരിലാണ് ബിട്ടു സേവ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് രാധാകൃഷ്ണനും കൃഷ്ണവേണിക്കും ആക്സിഡന്റ് ആയ സ്ഥലമാണ്. അവിടെ സിഗ്നലിൽ നിന്നുകൊണ്ട് പ്രിയയും നാഗാർജുനും ഒരേ സമയം സെൽഫി എടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് കോളേജാണ്. യൂത്ത് ഫെസ്റ്റിവലിന് ഇനിയും സ്പോൺസർഷിപ്പ് കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ നാഗാർജുനെയും ഫ്രണ്ട്സിനെയും ചീത്ത പറയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ലൈബ്രറിയിൽ പോയി ഇരിക്കുമ്പോൾ ബിട്ടുവിന്റെ കവർ പേജുള്ള ഒരു മാഗസിൻ നാഗാർജുന കാണുകയാണ്. ബിട്ടു ഇന്ത്യയിലെ നമ്പർ 1 ബിസിനസ് മാൻ ആണെന്ന് നാഗാർജുന മനസ്സിലാക്കുന്നു. അങ്ങനെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അവർ ബിട്ടുവിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. നാഗേശ്വര റാവുവിനെ കാണണമെന്ന് അവർ ഓഫീസിലെ ഒരാളോട് പറയുന്നു. അദ്ദേഹം ഫോറിനേഴ്സ് ആയിട്ട് ഒരു മീറ്റിംഗിലാണെന്നും ഇപ്പൊ കാണാൻ പറ്റില്ല എന്നും അയാൾ പറയുന്നു. മാത്രമല്ല കാണണമെങ്കിൽ അപ്പോയിന്റ് വേണമെന്നും പറയുന്നു. അപ്പോയിന്റ്മെന്റ് വാങ്ങാൻ സെക്രട്ടറി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ തന്നെയാണ് സെക്രട്ടറി എന്ന് പറയുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ ബഹളം വെക്കുകയാണ്. ബഹളം കേട്ട് ബിട്ടു പുറത്തു വന്ന് നോക്കുന്നു. അവരോട് ദേഷ്യപ്പെടുന്ന സെക്രട്ടറിനെ അടിക്കും അവരെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. തന്റെ സീറ്റിൽ നാഗാർജുനോട് ഇരിക്കാൻ പറയുമ്പോൾ നാഗാർജുന വിസമ്മതിക്കുകയാണ്. പക്ഷെ ബിട്ടു നാഗാർജുനെ നിർബന്ധിച്ച് ആ ചെയറിൽ ഇരുത്തുന്നു. ഫ്ലൈറ്റിൽ മോശമായി പെരുമാറിയതിന് നാഗാർജുന സോറി പറയുകയാണ്. തന്നെ ബിട്ടു എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് നാഗാർജുനോട് ബിട്ടു പറയുന്നു. ഞാൻ കോളേജിലെ യൂണിയൻ പ്രസിഡന്റ് ആണെന്നും യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി സ്പോൺസർഷിപ്പ് പലരോടും ചോദിച്ചെങ്കിലും കിട്ടിയില്ല എന്നും നാഗാർജുന പറയുന്നു. എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ 50 എന്നവർ പറയുന്നു. അവർ 50,000 ആണ് ഉദ്ദേശിച്ചതെങ്കിലും ബിട്ടു വിചാരിക്കുന്നത് അത് 50 lakh ആണെന്നാണ്. 50 lakh വളരെ കുറവാണെന്ന് പറഞ്ഞ് 75 lakhന്റെ ചെക്ക് അവർക്ക് കൊടുക്കുന്നു. എപ്പോഴെങ്കിലും വിളിക്കാനായിട്ട് നമ്പർ വേണമെന്ന് പറയുമ്പോൾ നാഗാർജുന നമ്പർ കൊടുക്കുന്നു. അച്ഛൻ എന്ന പേരിലാണ് ആ നമ്പർ ബിട്ടു സേവ് ചെയ്യുന്നത്. 12:30 ആയപ്പോൾ അമ്മയ്ക്ക് ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞ് ബിട്ടു പ്രിയയ്ക്ക് ഫോൺ ചെയ്യുകയാണ്. ഫോൺ എടുക്കുന്നത് വിദ്യയാണ്. പ്രിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്നും ഞാൻ പിന്നെ വിളിക്കാമെന്നും പറയുന്നു. ഇതിനിടയിൽ എമർജൻസി വാർഡ് എവിടെയാണെന്ന് വിദ്യ ചോദിക്കുന്നത് ബിട്ടു കേൾക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റലിലെ MDയെ വിളിച്ച് തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നും അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്നും ബിട്ടു പറയുന്നു. ഈ സിറ്റിയിലെ മികച്ച ഡോക്ടറെ തന്നെ ഞാൻ ഏർപ്പാടാക്കാമെന്ന് MD പറയുന്നു. ഹോസ്പിറ്റലിലെത്തിയ ബിട്ടു കാണുന്നത് പ്രിയ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഇത് വെറും ഒരു ഫുഡ് പോയ്സൺ മാത്രമാണെന്നും MDയെ വിളിച്ച് താങ്കൾ ഇവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് പറയണം എന്ന് പറയുന്നു. പ്രിയയാണെങ്കിൽ നാഗേശ്വര റാവുവിനെ കുറിച്ച് നോൺ സ്റ്റോപ്പായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നും ഫുഡ് കഴിക്കരുത്, അതത്ര നീറ്റ് ഉണ്ടാവില്ല എന്ന് ബിട്ടു പ്രിയയെ ഉപദേശിക്കുകയാണ്. ഇത് പുറത്തുള്ള ഫുഡല്ല, ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ഫുഡാണ് എന്നാണ് പ്രിയ പറയുന്നത്. ഇത് കേട്ട ബിട്ടു ഉടനെ തന്നെ തന്റെ സെക്രട്ടറിയെ വിളിച്ച് ഉടനെ തന്നെ ആ ഹോസ്റ്റൽ തന്റെ പേരിലാക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഉടനെ ചെയ്യണമെന്നും ആ ഹോസ്റ്റൽ ഇനി ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ രീതിയിലേക്ക് മാറണമെന്നും പറയുന്നു. വെള്ളം അടിച്ച് ബൈക്ക് ഓടിച്ചതിന്റെ പേരിൽ നാഗാർജുനെയും ഫ്രണ്ട്സിനെയും പോലീസ് പിടിക്കുന്നു.
താൻ പോലീസ് സ്റ്റേഷനിലാണെന്ന കാര്യം നാഗാർജുന ബിട്ടുവിനെ വിളിച്ചു പറയുന്നു. ഉടനെ തന്നെ ബിട്ടു ഹോം മിനിസ്റ്ററെ വിളിച്ച് പഞ്ചകുട്ട പോലീസ് സ്റ്റേഷനിൽ നാഗാർജുന എന്ന ഒരാൾ അറസ്റ്റ് ആയിട്ടുണ്ടെന്നും അയാളെ ഉടനെ തന്നെ റിലീസ് ചെയ്യണമെന്നും വിളിച്ചു പറയുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി നാഗാർജുനയും ഫ്രണ്ട്സിനെയും ബിട്ടു കൊണ്ടുപോവുകയാണ്. വെള്ളം അടിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നത് റിസ്ക് ആണെന്നും ഇനി ഒരിക്കലും ഇങ്ങനത്തെ റിസ്ക് എടുക്കരുതെന്നും വെള്ളം അടിക്കണം തോന്നുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ മതി, എത്ര വേണമെങ്കിലും അടിക്കാമെന്നും കോളേജിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നും ബിട്ടു പറയുന്നു. ഇത് കേട്ട നാഗാർജുനയ്ക്ക് ഭയങ്കര സന്തോഷവുമാണ്. ഞാൻ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്നും ഇനി മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് നാഗാർജുന ബിട്ടുവിന് ഹൈഫൈ കൊടുക്കുന്നു. ബിട്ടു നാഗാർജുനയും പ്രിയയുടെയും ക്ലോസ് ഫ്രണ്ടായി മാറുന്നു. ഓഡി കാറാണ് നാഗാർജുനയ്ക്ക് ബിട്ടു സമ്മാനമായി നൽകുന്നത്. അതുപോലെ പ്രിയയ്ക്കും കാറ് സമ്മാനമായി നൽകുന്നുണ്ട്. ഇത്രയും ദിവസം അച്ഛൻ്റെയും അമ്മയുടെ അടുത്തും എന്തൊക്കെയാണോ മിസ് ചെയ്ത് അതെല്ലാം ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് പ്രിയയുടെ നാഗാർജുനയുടെ അടുത്തു നിന്നും കിട്ടിയെന്നും ഇനി അവരെ രണ്ടാളും കണ്ടുമുട്ടാൻ ഒരു വഴി ഒരുക്കണമെന്നും അവർ പരസ്പരം പ്രേമിക്കുകയും അതുപോലെ മാരേജ് കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും വേണമെന്ന് തന്റെ നായിയായ ബഡ്ഡിയോട് ബിട്ടു പറയുകയാണ്. അപ്പോൾ ബഡ്ഡി വന്നിട്ട് ബിട്ടുവിന്റെ പഴയ ബർത്ത്ഡേ കേസറ്റ് എടുത്തിട്ട് ബിട്ടുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. നീ എന്തിനാണ് ഇത് കൊണ്ടുവന്നതെന്ന് മനസ്സിലായി. ഇത് കാണിച്ചു കൊടുത്താൽ അവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ അവരെന്റെ അച്ഛനും അമ്മയായിരുന്നു അവർക്ക് മനസ്സിലാവും. അതിൽ അവരെന്നും വഴക്കടിക്കുന്നതിന്റെ ഓർമ്മകളാണെന്നും ഈ ജന്മത്തിൽ എന്നെ മറന്നാലും അവർ ആ പഴയ ബാഡ് മെമ്മറീസ് ഒന്നും ഓർക്കരുതെന്നും ബിട്ടു പറയുന്നു. ഞങ്ങളുടെ പ്രേമം അവളുടെ വീട്ടിലറിഞ്ഞ് വലിയ പ്രശ്നമായെന്നും ഞങ്ങൾ ഒളിച്ചോടി വന്നതാണെന്നും നാളെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്നും നാഗാർജുന ബിട്ടുവിനോട് പറയുന്നു. ഇത് ബിട്ടുവിന് ഇഷ്ടമാവുന്നില്ല. ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത് നല്ലതല്ലെന്നും ഞാൻ അവളുടെ വീട്ടിൽ സംസാരിച്ച് എല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ബിട്ടു ആണെങ്കിൽ അവരുടെ പ്രേമം പൊളിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയാണ്. പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് എല്ലാം സംസാരിച്ച് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നാഗാർജുനെ അദ്ദേഹത്തിനെ കാണാനായിട്ട് ബിട്ടു പറഞ്ഞു വിടുകയാണ്. കാർ നിർത്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടക്കുന്ന നാഗാർജുനെ കുറെ ഗുണ്ടകൾ ഫോളോ ചെയ്യുന്നു. അതെല്ലാം ബിട്ടു പറഞ്ഞയച്ച ഗുണ്ടകളാണ്. നിങ്ങളുടെ മകളെ ഞങ്ങളുടെ സഹോദരനെ കെട്ടിച്ചു കൊടുക്കില്ലേ എന്ന് പറഞ്ഞ ആ ഗുണ്ടകൾ നാഗാർജുനയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിനെ അടിക്കുകയാണ്. ഇതെല്ലാം നാഗാർജുന പറഞ്ഞയച്ച ഗുണ്ടകളാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അച്ഛനെ തല്ലിയതറിഞ്ഞ മകൾ പ്രേമത്തിൽ നിന്നും പിന്മാറുകയാണ്. സംഭവിച്ചതെല്ലാം നാഗാർജുന ബിട്ടുവിനോട് വന്ന് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും എങ്ങനെ ഒരുമിപ്പിക്കണമെന്ന് ആലോചിച്ച് കാറിൽ പോവായിരുന്നു ബിട്ടു. അച്ഛനും അമ്മയ്ക്കും ആക്സിഡന്റ് ആയ അതേ സ്ഥലത്ത് ആർക്കും അപകടം പറ്റി വഴി ബ്ലോക്കായി ബിട്ടു അവിടെ കാർ നിർത്തുകയാണ്. ആ സമയം ബിട്ടുവിന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നു. ആദ്യമായിട്ടാണ് ബിട്ടുവിന് അങ്ങനെ സംഭവിക്കുന്നത്. ആ സമയം സുന്ദരിയായ ഒരു സ്ത്രീ കാറിൽ കയറി മുന്നിലെ കാറിനെ ഫോളോ ചെയ്യണം, അതിൽ പേഷ്യന്റ് ഉണ്ടെന്നും ഞാൻ ഡോക്ടറാണ്, എന്നെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യണമെന്നും എമർജൻസി ആണെന്നും ബിട്ടുവിനോട് പറയുന്നു. ബിട്ടുവിന് അവളെ കണ്ടതും തന്നെ ഇഷ്ടമാവുകയാണ്. പേഷ്യന്റിന് ബ്ലഡ് ആവശ്യം വരികയും ബിട്ടുവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായി ബിട്ടുവിനെ അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. വയസ്സായ ഒരാളായിരുന്നു പേഷ്യന്റ്. അദ്ദേഹത്തിന്റെ പേര് ചൈതന്യ എന്നാണ്. കണ്ണു തുറന്നപ്പോൾ ഡോക്ടറായ അഞ്ജലിയെയും ബിട്ടുവിനെയും കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോവുകയാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അവർ ചൈതന്യയുടെ അച്ഛനും അമ്മയുമായിരുന്നു. 8ാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്ത ഒരു ചെറിയ തെറ്റ് കാരണമാണ് അദ്ദേഹത്തിന് അച്ഛനെയും അമ്മയും നഷ്ടമാവുന്നത്. ഇപ്പോൾ ചൈതന്യക്ക് 80 വയസ്സുണ്ട്. പിന്നെ കാണിക്കുന്നത് അഞ്ജലിന്റെയും ബിട്ടുവിന്റെയും കഴിഞ്ഞ ജന്മത്തെ ലവ് സ്റ്റോറിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ബിട്ടുവിന്റെ പേര് സീതാറാം എന്നാണ്. സീതാറാം ആ നാട്ടിലെ ഏറ്റവും ധനികനായ ഒരാളുടെ മകനായിരുന്നു. ഗാന്ധിജിയെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം സീതാറാമിനെ ലണ്ടനിലേക്ക് പഠിക്കാൻ വിടുന്നു. ആ നാട്ടിൽ ആദ്യമായിട്ട് ഒരാൾ ലണ്ടനിൽ പോകുന്നത് സീതാറാമാണ്. ലണ്ടനിലെത്തിയ സീതാറാമിന് കാറുകളോട് ഒരുപാട് ഇഷ്ടം തോന്നുകയാണ്. സീതാറാമിന്റെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെടുന്നു. അച്ഛൻ മരിച്ചതോടുകൂടി സീതാറാം നാട്ടിലേക്ക് മടങ്ങി വരികയും അച്ഛന്റെ ജോലികളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന് കാറുകളോട് ഇഷ്ടം കുറയുന്നില്ല. സീതാറാമിന്റെ അമ്മയാണെങ്കിൽ പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് സീതാറാമിനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത സീതാറാം ആ ഫോട്ടോയൊന്നും നോക്കാതെ കാറുകളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാറിന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട സീതാറാം ആ ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അതിലൊരു പെൺകുട്ടിയും അവളുടെ അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അതുവരെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ സീതാറാം ഇവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അമ്മയോട് പറയുന്നു. ഇത് നിങ്ങൾക്ക് ചേർന്ന ബന്ധമല്ലെന്നും അവർ വളരെ ദാരിദ്ര്യത്തിലുള്ള കുടുംബമാണെന്നും അവൾക്ക് വെറും ഒരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ എന്നും ബ്രോക്കർ പറയുന്നു. അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല എന്ന് സീതാറാം പറയുന്നു. ഈ ബന്ധം ഉറപ്പിക്കാനായിട്ട് സീതാറാമിന്റെ അമ്മ ബ്രോക്കറോട് ആവശ്യപ്പെടുന്നു. അവർ കല്യാണത്തിന് 6 മാസത്തെ സാവകാശം ചോദിക്കുകയാണ്. പക്ഷെ ബിട്ടുവിന് 6 മാസം വരെ കാത്തിരിക്കാൻ സമ്മതമായിരുന്നില്ല. ഈ സമയം സീതാറാം ആഗ്രഹിച്ച കാറ് വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പണിക്കാരൻ വരുന്നു. അവളെ കണ്ടതുകൊണ്ടാണ് തനിക്ക് ഇത്രയും പെട്ടെന്ന് കല്യാണം വേണമെന്ന് തോന്നിയതെന്നും അതുപോലെ അവൾ തന്നെ കണ്ടാൽ അവൾക്കും പെട്ടെന്ന് കല്യാണം വേണമെന്ന് തോന്നുമെന്നും പറഞ്ഞ് സീതാറാം ആ കാറിൽ അവളെ കാണാനായിട്ട് പോവുകയാണ്. കാറ് വഴിയിൽ വെച്ച് കേടാവുകയാണ്. കാറ് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു പെൺകുട്ടി ഓടി വന്ന് കാറിന്റെ കണ്ണാടി ഊരിയെടുക്കാൻ ശ്രമിക്കുകയാണ്. സീതാറാമിന് കല്യാണം നിശ്ചയിച്ച പെൺകുട്ടിയായിരുന്നു അത്. ആ കണ്ണാടി എടുത്തു തരാൻ അവൾ സീതാറാമിനോട് ആവശ്യപ്പെടുന്നു.
സീതാറാം അത് അവൾക്ക് എടുത്തു കൊടുക്കുന്നു. അവനെയും വലിച്ചുകൊണ്ട് അവൾ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ അവളുടെ അമ്മൂമ്മ അപസ്മാരം വന്ന് വീണു കിടക്കുകയാണ്. അവൾ വേഗം അമ്മൂമ്മയുടെ കയ്യിൽ ഇരുമ്പ് വെക്കുകയും അവർക്ക് പെട്ടെന്ന് തന്നെ ശരിയാവുകയും ചെയ്യുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നോക്കി നിന്ന സീതാറാമിനോട് വേഗം പോയി വെള്ളം കൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെടുകയാണ്. വെള്ളം എടുത്തിട്ട് വന്ന സീതാറാം അവർ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. ഞാൻ വീട്ടിലിരിക്കാനല്ലേ പറഞ്ഞത്, എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൾ അമ്മമ്മയോട് ചോദിക്കുന്നു. കല്യാണത്തിന് ഇനി 6 മാസമല്ലേ ഉള്ളൂ, നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയല്ലേ, നിന്നെ സഹായിക്കാമെന്ന് കരുതിയാണ് വന്നത് എന്ന് അമ്മമ്മ പറയുന്നു. ആ നാട്ടിലെ ആചാരപ്രകാരം കല്യാണ ചെറുക്കനുള്ള ഡ്രസ്സ് കല്യാണ പെണ്ണിന്റെ വീട്ടുകാരാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് ആ ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ ഇല്ലായിരുന്നു. അവർക്കുണ്ടായിരുന്ന ചെറിയ കൃഷി സ്ഥലത്തിൽ കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കല്യാണ ചെറുക്കന് വാങ്ങാനുള്ള ഡ്രസ്സ് വാങ്ങാനാണ് അവർ 6 മാസം ചോദിച്ചത്. ഇത് മനസ്സിലാക്കിയ സീതാറാമിന് അവളോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. അവന്റെ സഹായത്തോടെ അവൾ അമ്മൂമ്മയെ വീട്ടിലെത്തിക്കുകയാണ്. ഇതാരാണെന്ന് അമ്മൂമ്മ ചോദിക്കുമ്പോൾ ഇതൊരു കള്ളനാണെന്നും അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിന്റെ പാർട്സ് എല്ലാം ഊരിയെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടെന്നും അവൾ അമ്മൂമ്മയോട് പറയുന്നു. മോഷ്ടിക്കുന്നത് തെറ്റാണെന്നും പണിയെടുത്ത് ജീവിക്കണമെന്നും അമ്മൂമ്മ സീതാറാമിനെ ഉപദേശിക്കുകയാണ്. വീട്ടിലെത്തിയ സീതാറാം അവളോട് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം ചോദിക്കുകയാണ്. വെള്ളമൊന്നും ഇല്ലെന്നും ഉടനെ തന്നെ അവിടെ നിന്ന് പോകണമെന്നും അവൾ പറയുന്നു. ഞാൻ അമ്മൂമ്മയെ കൊണ്ടുവരാൻ സഹായിച്ചതല്ലേ, പിന്നെ എന്താണ് വെള്ളം തരാത്തത് എന്ന് അവൻ അവളോട് ചോദിക്കുകയാണ്. നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടെന്നും അതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായെന്നും അവൾ പറയുന്നു. 4 ദിവസം മുമ്പ് എന്റെ കല്യാണം നിശ്ചയമായെന്നും നീ ഇങ്ങനെ നോക്കുന്നത് അദ്ദേഹം അറിഞ്ഞാൽ നിന്നെ കൊല്ലുമെന്നും അവൾ പറയുന്നു. അവർ ധനികരാണെന്നും പാവപ്പെട്ട എന്നെ കല്യാണം കഴിക്കാൻ അവർ തയ്യാറായെന്നും എന്റെ അമ്മൂമ്മയെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചെന്നും അവൾ വളരെ സന്തോഷത്തോടെ പറയുന്നു. എനിക്ക് നിന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കും കല്യാണം ശരിയായിട്ടുണ്ട്, അവൾ നിന്നേക്കാൾ സുന്ദരിയാണെന്ന് സീതാറാം പറയുന്നു. അവന്റെ കല്യാണം ശരിയായെന്ന് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമാകുന്നു. നീയും അമ്മൂമ്മയും സംസാരിക്കുന്നത് കേട്ടെന്നും കൃഷി ചെയ്യാൻ ഞാനും സഹായിക്കാം, അങ്ങനെയാണെങ്കിൽ 6 മാസം കൊണ്ട് ചെയ്യേണ്ട പണി 3 മാസം കൊണ്ടാവുമെന്നും അവൻ അവളോട് പറയുന്നു. പക്ഷെ കൂലി തരാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് അവൾ പറയുകയാണ്. എനിക്ക് പൈസ വേണ്ടെന്നും 3 നേരം ഭക്ഷണം മാത്രം തന്നാൽ മതിയെന്നും അവൻ പറയുന്നു. എനിക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് അവൾ ചോദിക്കുകയാണ്. ഇത് നിനക്ക് വേണ്ടിയല്ല, ഇത് എന്റെ ആവശ്യമാണ്. നിന്റെ അമ്മൂമ്മ പറഞ്ഞതുപോലെ ഇനി മുതൽ ഞാൻ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് അവൻ അവളോട് പറയുന്നു. ഇത് കേട്ട അവൾ സന്തോഷത്തോടെ ഓടിപ്പോയി കുറച്ച് വെള്ളമെടുത്ത് അവന് കുടിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടാളും ചേർന്ന് നെൽകൃഷി ചെയ്യുകയാണ്. പണി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവൻ അവളോട് ഐ ലവ് യു പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഐ ലവ് യു പറഞ്ഞാൽ എന്താണെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. എന്തെങ്കിലും സാധനം വേണമെന്ന് ചോദിക്കുന്നതിനാണ് ഐ ലവ് യു എന്ന് പറയുന്നത് എന്ന് അവൻ പറയുകയാണ്. കള്ളന് ഇംഗ്ലീഷൊക്കെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു വാക്ക് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് അവൻ പറയുന്നു. ഒരു ദിവസം അവൾ തോട്ടിൽ നിന്ന് അലക്കുകയാണ്. തൊട്ടടുത്ത് നിന്ന് സീതാറാമിനോട് അവൾ ഐ ലവ് യു പറയുന്നു. അവന്റെ ഷർട്ടിൽ മൊത്തം അഴുക്കായിരുന്നു. അത് അലക്കാനായിട്ട് അവൾ ആ ഷർട്ട് ചോദിച്ചതിനെയാണ് ഐ ലവ് യു എന്ന് പറഞ്ഞത്. അങ്ങനെ 2 മാസം കഴിയുന്നു. അവരുടെ നെൽകൃഷിയെല്ലാം വിളവെടുത്ത് അവർ അതിനെ വിറ്റ് പൈസയാക്കുകയാണ്. ആ പൈസ കൊണ്ട് അവൾ കല്യാണ ചെറുക്കനുള്ള വസ്ത്രം വാങ്ങുകയാണ്. അളവില്ലാത്തതുകൊണ്ട് സീതാറാമിന്റെ അളവിലാണ് അവൾ ഷർട്ട് തയ്പ്പിക്കുന്നത്. അങ്ങനെ ഡ്രസ്സുമായി സീതാറാമിനെ കാണിക്കാനായി അവൾ ഓടി വരികയാണ്. ഈ ഡ്രസ്സ് കല്യാണ ചെക്കനെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളോട് ഐ ലവ് യു എന്നാണ് പറയുന്നത്. ഡ്രസ്സ് കാണിച്ചു തരാൻ പറയുകയാണെന്ന് വിചാരിച്ച് അവൾ ആ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുന്നു. എനിക്കിനി പോകാൻ നേരമായി എന്ന് പറഞ്ഞ സീതാറാം അവളോട് യാത്ര പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അവൾക്ക് വിഷമമാവുന്നുണ്ട്. ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി നീ ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയെ അതിനേക്കാൾ നന്നായി നോക്കുമെന്നും അവൾ ഭാഗ്യശാലിയാണെന്നും അവൾ പറയുന്നു. ഒരിക്കൽ പോലും കാണാത്ത ആളെയാണ് നീ ഇത്രയേറെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് നിന്നെ കെട്ടാൻ പോകുന്ന ആളാണ് ഭാഗ്യശാലി എന്ന് പറഞ്ഞുകൊണ്ട് സീതാറാം അവിടുന്ന് യാത്രയാവുകയാണ്. താലി കെട്ടാനായി മണ്ഡപത്തിലിരിക്കുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് കല്യാണ ചെറുക്കനെ കാണുന്നത്. അത് സീതാറാമാണെന്ന് കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. സീതാറാമിന് കാറിനോടുള്ള ഭ്രമം അറിഞ്ഞ് അവൾ അവന് ഒരു കാറ് സമ്മാനിക്കുന്നു. അങ്ങനെ അവർക്കൊരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടിയുടെ പേരാണ് ചൈതന്യ. ഒരു ദിവസം രണ്ടാളും കൂടെ പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയം ചൈതന്യക്ക് നല്ല പനിയായിരുന്നു. അവൾ ചൈതന്യയുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു. പക്ഷെ അതിലൊട്ടും കുറവുണ്ടായിരുന്നില്ല. നിനക്ക് നല്ല പനിയായതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല, നീ അമ്മമാരുടെ കൂടെ ഇരിക്കണം എന്ന് അവൾ ചൈതന്യയോട് പറയുന്നു. പക്ഷെ ചൈതന്യക്ക് അത് ഇഷ്ടമായിരുന്നില്ല. ഈ സമയം അവളുടെ കയ്യിൽ നിന്ന് തെർമോമീറ്റർ താഴെ വീണ് പൊട്ടുന്നു. ചൈതന്യക്ക് നല്ല പനിയുണ്ട്, ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് അവൾ സീതാറാമനോട് ചോദിക്കുന്നു. നമ്മളെ രണ്ടുപേരും കൂടെയാണ് വരാൻ പറഞ്ഞത്, ചൈതന്യെ അമ്മമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞ് സീതാറാം അവളെയും കൂട്ടി ഇറങ്ങുകയാണ്. ഈ സമയം ബെഡിൽ നിന്നിറങ്ങിയ ചൈതന്യ ചവിട്ടുന്നത് താഴെ പൊട്ടിയുടഞ്ഞ തെർമോമീറ്ററിലാണ്.
ജനലിലൂടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അമ്മയും അച്ഛനെയും പോകാൻ സമ്മതിക്കാതെ അവരുടെ നായ ബഹളം വെക്കുന്നതാണ്. ഇതൊന്നും നോക്കാതെ അവർ അവിടെ നിന്നും പോകുകയാണ്. ഈ സമയം ചുമരിൽ തൂക്കിയിരിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ കലണ്ടർ താഴെ വീഴുന്നു. അതെടുത്ത് നോക്കുമ്പോൾ ചൈതന്യ കാണുന്നത് ഫെബ്രുവരി 14 ട്യൂസ്ഡേ എന്നെഴുതിയ ഡേറ്റ് ആണ്. അവർ പോയത് സ്വാതന്ത്ര്യ സമരത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാനായിരുന്നു. വൈകിട്ട് അവരെ കാണാനായിട്ട് ഗാന്ധിജി വരുന്നുണ്ട് എന്ന് അമ്മമ്മ സന്തോഷത്തോടെ പറയുന്നത് ചൈതന്യ കേൾക്കുകയാണ്. അച്ഛനും അമ്മയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട് തനിക്ക് വയറുവേദനയാണെന്ന് ചൈതന്യ കള്ളം പറയുന്നു. ചൈതന്യക്ക് വയറുവേദനയാണെന്ന് അറിഞ്ഞ് സീതാറാം വേഗം വീട്ടിലെത്താനായിട്ട് ഓവർ സ്പീഡിൽ കാർ ഓട്ടിക്കുകയാണ്. ഒരു കല്ലിൽ തട്ടി വണ്ടി ആക്സിഡന്റ് ആവുകയും സീതാറാമും ഭാര്യയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. രാധയ്ക്കും കൃഷ്ണയ്ക്കും ആക്സിഡന്റ് ആയ അതേ സ്ഥലത്ത് വെച്ചായിരുന്നു ഇവർക്കും ആക്സിഡന്റ് സംഭവിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പ്രസന്റ് സ്റ്റോറിയാണ്. അഞ്ജലി ചൈതന്യയോട് എങ്ങനെയാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതെന്നുള്ള കാര്യം വിവരിക്കുകയാണ്. റോഡിൽ വെറുതെ നിൽക്കുന്ന അഞ്ജലി പെട്ടെന്ന് ആരോ വിളിക്കുന്നത് പോലെ തോന്നി നോക്കുമ്പോൾ അമ്മ അമ്മ എന്ന് വിളിച്ച് ഒരാൾ വീണ് കിടക്കുന്നത് കാണുകയാണ്. ആ സമയം അഞ്ജലിയുടെ ഹൃദയം വല്ലാതെ മിടിക്കുകയും നോക്കുമ്പോൾ ഒരാൾ കാറിൽ വരുന്നത് കണ്ടെന്നും അയാൾ തന്നെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യുന്നും താങ്കൾക്ക് ബ്ലഡ് തന്നെന്നും പക്ഷെ അയാളുടെ പേര് ചോദിക്കാൻ മറന്നെന്നും അഞ്ജലി പറയുന്നു. ഈ സമയം ബിട്ടു അഞ്ജലിയെ കണ്ട കാര്യം, അവളെ കണ്ടപ്പോൾ തന്റെ ഹൃദയം വല്ലാതെ മിടിച്ച കാര്യം പ്രിയയോട് പറയുന്നു. ബിട്ടു പ്രേമിക്കുന്ന ആളെ കാണാനായി പ്രിയ ബിട്ടുവിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അവളുടെ പേരറിയാത്തത് കൊണ്ട് അവർ ഹോസ്പിറ്റൽ മൊത്തം തിരഞ്ഞു നടക്കുകയാണ്. ഒരു സ്ഥലം എത്തിയപ്പോൾ ബിട്ടുവിന്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ഇവിടെ അടുത്തെവിടെയോ ഉണ്ട് എന്ന് ബിട്ടു പ്രിയയോട് പറയുന്നു. അങ്ങനെ അവർ അഞ്ജലിയെ കണ്ടുപിടിക്കുന്നു. അഞ്ജലി ഒരു കാർഡിയോളജിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയ പ്രിയ ബിട്ടുവിനോട് തന്റെ പ്രശ്നം അഞ്ജലിയോട് പറയുന്നു. അഞ്ജലി ബിട്ടുവിനെ ചെക്ക് ചെയ്യുകയും പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടെന്നും അത് ആദ്യമായിട്ട് അഞ്ജലിനെ കണ്ട സമയത്താണ് ഉണ്ടായതെന്നും ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഉണ്ടായെന്നും ബിട്ടു പറയുന്നു. തനിക്കും അതേ അനുഭവം ഉണ്ടായ കാര്യം അഞ്ജലി ഓർക്കുകയാണ്. ചൈതന്യയോട് ഡിസ്ചാർജ് ആവേണ്ട സമയമെന്ന് വീട്ടിൽ അറിയിക്കണമെന്നും അഞ്ജലി പറയുന്നു. തനിക്ക് ആരുമില്ല, താൻ ഒറ്റയ്ക്കാണെന്ന് ചൈതന്യം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നല്ലോ, അവിടെ ആരുമില്ല, എനിക്കപ്പോൾ ഡെയിലി ചെക്ക് ചെയ്യുകയും ചെയ്യാമെന്ന് അഞ്ജലി പറയുകയാണ്. അഞ്ജലി ഹോസ്പിറ്റലിലേക്ക് വന്നാൽ അദ്ദേഹം അവിടെ തനിച്ചാകുമെന്നും അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നോട്ടെ എന്നും ബിട്ടു പറയുന്നു. ഡെയിലി ചെക്കപ്പിനായി അഞ്ജലി തന്റെ വീട്ടിലേക്ക് വരുമല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് ബിട്ടു അങ്ങനെ പറയുന്നത്. ബിട്ടു കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചൈതന്യ ബിട്ടുവിന്റെ കൂടെ പോവാൻ തയ്യാറാവുന്നു. ഈ സമയം പ്രേമ നൈരാശ്യത്തിന്റെ പേരിൽ ഹോസ്റ്റലിൽ ഇരുന്ന് വെള്ളം അടിക്കുകയായിരുന്നു നാഗാർജുന. ആശ്വസിപ്പിക്കാൻ എത്തിയ പ്രിൻസിപ്പലിന്റെ മേലെ ഛർദ്ദിച്ചത് കൊണ്ട് നാഗാർജുനെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കുകയാണ്. നാഗാർജുന നേരെ പോകുന്നത് ബിട്ടുവിന്റെ വീട്ടിലേക്കാണ്. വാതിൽ തുറന്നത് ചൈതന്യയാണ്. വെള്ളമടിച്ച് വീട്ടിലെത്തിയതിന്റെ പേരിൽ ചൈതന്യ നാഗാർജുനെ വഴക്ക് പറയുന്നു. അവർ തമ്മിൽ വഴക്കിടുമ്പോൾ ബിട്ടു അവിടേക്ക് ഓടി വരികയും നാഗാർജുന തനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് ചൈതന്യനോട് പറയുകയും ചെയ്യുന്നു. നാഗാർജുന അവിടെ എത്തി വീണ്ടും വെള്ളം അടിക്കുകയും ബിട്ടുവിനെ കൂടെ വെള്ളം അടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ബിട്ടുവിന് കൊടുക്കുന്ന വെള്ളം എല്ലാം കുടിക്കുന്നത് ചൈതന്യയാണ്. മനസ്സിലാക്കിയ നാഗാർജുനെ ബിട്ടുവിനെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു. പിന്നെ കാണിക്കുന്നത് രാത്രി പ്രിയ കാറിൽ വരികയാണ്. പെട്ടെന്ന് ഇടിപൊട്ടുകയും പ്രിയ പേടിക്കുകയും കാറിന്റെ കൺട്രോൾ പോവുകയും ചെയ്യുന്നു. കാറ് പോയി നിൽക്കുന്നത് പ്രിയയ്ക്ക് കഴിഞ്ഞ ജന്മത്തിൽ ആക്സിഡന്റ് ഉണ്ടായ അതേ സ്ഥലത്താണ്. അവിടെ വെച്ച് പ്രിയയ്ക്ക് കഴിഞ്ഞ ജന്മത്തിലുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ബിട്ടു തന്റെ മകനാണെന്നറിഞ്ഞ പ്രിയ ബിട്ടുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബിട്ടു നല്ല ഉറക്കമായിരുന്നു. ബിട്ടുവിന്റെ അടുത്തെത്തിയ പ്രിയ ബിട്ടുവിന്റെ അടുത്ത് കിടക്കുന്ന നാഗാർജുനെ കാണുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അവർ തമ്മിൽ വഴക്കടിച്ചതെല്ലാം ഓർത്ത് പ്രിയ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ചൈതന്യെ ചെക്ക് ചെയ്യാനായിട്ട് അഞ്ജലി അവിടേക്ക് വരികയാണ്. ചൈതന്യെ വെള്ളമടുപ്പിച്ചതിന്റെ പേരിൽ അഞ്ജലി ബിട്ടുവിനെ വഴക്ക് പറയും. ഇതിനെല്ലാത്തിനും കാരണം ബിട്ടുവല്ല ഇവനാണെന്ന് പറഞ്ഞ് നാഗാർജുനെ ചൈതന്യ വഴക്ക് പറയും. രാവിലെ തന്നെ റെഡിയായി നിൽക്കുന്നത് ഏതൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് നാഗാർജുനെ ബിട്ടുവിനെ കളിയാക്കുന്നു. അപ്പോഴാണ് നാഗാർജുന അഞ്ജലിയെ കാണുന്നത്. ബിട്ടുവിനെ മാറ്റി നിർത്തി പ്രേമം സക്സസ് ആകാനുള്ള വഴി നാഗാർജുന ബിട്ടുവിനോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ ബിട്ടുവിന് അച്ഛനും അമ്മയെയും ഒരുമിപ്പിക്കാനുള്ള വഴി കിട്ടുകയാണ്. കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങളോർത്ത് പ്രിയ തന്റെ മുറിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് നമ്മളെ രണ്ടുപേരെയും സൽസ ഡാൻസിന് കോളേജിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും നമുക്ക് ഡാൻസ് പ്രാക്ടീസിന് പോകാമെന്നും പറഞ്ഞ് വിളിക്കുന്നു. ഡാൻസ് ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് നാഗാർജുനയും ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പ്രിയ മനസ്സിലാക്കുന്നത്. നാഗാർജുനയുടെ ഡാൻസ് പാർട്ട്ണറായി പ്രിയയെ തെരഞ്ഞെടുക്കുന്നു. ഇതെല്ലാം ബിട്ടുവിന്റെ പ്ലാനാണ്. പക്ഷെ പ്രിയയാണെങ്കിൽ നാഗാർജുനയെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നാഗാർജുനയ്ക്കാണെങ്കിൽ അവളെ വല്ലാതെ ഇഷ്ടമാകുന്നു. ഒരു ദിവസം നാഗാർജുന എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് പ്രിയയെ വിളിക്കുകയാണ്. ഇത് കേട്ട പ്രിയ നാഗാർജുനന്റെ അടുത്ത് വന്ന് രാധ നീ എന്നിൽ നിന്നും അകലം വലിച്ചു എന്ന് പറയുന്നു.
ഒരു ദിവസം സ്റ്റെപ്പ് കയറി വരുന്ന പ്രിയയെ കണ്ട് മേലെ നിന്നും നാഗാർജുന സ്റ്റെപ്പിന്റെ പിടിയിൽ തന്റെ കർച്ചീഫ് വെച്ചു കൊടുക്കണം. അത് പ്രിയയുടെ അടുത്തെത്തുകയും പ്രിയ അത് എടുക്കുകയും ചെയ്യുന്നു. മേലെ എത്തിയ പ്രിയയെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് നാഗാർജുന വിളിക്കുകയാണ്. രാധെ, നീ എന്നിൽ നിന്നും അകലം വലിച്ചോ എന്നാണ് പ്രിയ അവനോട് പറയുന്നത്. എന്റെ പേര് രാധയല്ല, നാഗാർജുനയാണ് എന്ന് അവൻ പറയുന്നു. എന്നെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ കർച്ചീഫ് വാങ്ങാനാണ് വിളിച്ചതെന്ന് അവൻ പറയുന്നു. അത് കേട്ടപ്പോൾ അവൾ സോറി പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ബിട്ടുവിന്റെ ബർത്ത്ഡേ വരികയാണ്. തന്റെ ബർത്ത്ഡേ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നും തനിക്ക് വേണ്ടപ്പെട്ട ഗസ്റ്റ് വരുന്നുണ്ടെന്നും ബിട്ടു സെക്രട്ടറിയെ വിളിച്ച് പറയുകയാണ്. ബർത്ത്ഡേ കഴിഞ്ഞ പിറ്റേ ദിവസം അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് ബർത്ത്ഡേ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറില്ലല്ലോ എന്നാണ് സെക്രട്ടറി ബിട്ടുവിനോട് ചോദിക്കുന്നത്. ബർത്ത്ഡേക്ക് ചൈതന്യ വരുന്നത് ചൈതന്യയുടെ അച്ഛന്റെ കാറിലായിരുന്നു. ആ കാർ ബിട്ടുവിന് സമ്മാനമായി നൽകുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഉപയോഗിച്ച കാറുമായിട്ടാണ് അഞ്ജലി ബർത്ത്ഡേക്ക് വരുന്നത്. അഞ്ജലി ബിട്ടുവിന് സമ്മാനം നൽകുകയും ഐ ലവ് യു പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട ചൈതന്യക്ക് വളരെ സന്തോഷമാവുകയാണ്. പ്രിയയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്ലേസ് തന്നെ ബിട്ടു ഒരുക്കിയിരുന്നു. പ്രിയയുടെ കാറ് കണ്ടതും സെക്യൂരിറ്റി വന്ന് ആ പ്ലേസിലേക്ക് പോകാനായിട്ട് വഴി കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു അലങ്കരിച്ച കൂടാരമാണ് പ്രിയ കാണുന്നത്. അതിനകത്ത് നിറയെ ബലൂണായിരുന്നു. അതിനിടയിൽ നാഗാർജുന ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മത്തിലുള്ള വേഷമായിരുന്നു ധരിച്ചിരുന്നത്. അവളെ കണ്ടതും അവൻ അവളോട് ഐ ലവ് യു പറയുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ പറയാൻ ആഗ്രഹിച്ചതായിരുന്നെന്നും ഈ ജന്മത്തിൽ ആദ്യം കണ്ടപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നെന്നും പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നില്ലെന്നും നാഗാർജുന പറയുന്നു. ഞാൻ നിന്നെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല എന്നും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും നാഗാർജുന പറയുന്നു. ആ സമയം അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അഞ്ജലിയും ബിട്ടുവും തന്റെ അച്ഛനും അമ്മയും ആയിരുന്നു എന്നുള്ള കാര്യം അവരോട് പറയാത്തതിനുള്ള കാര്യം ചൈതന്യ അവരുടെ നായയായ ബഡ്ഡിയോട് പറയുകയാണ്. ഒരമ്മയ്ക്കും തന്റെ മക്കളുടെ ആയുസ് കുറവാണെന്നുള്ള കാര്യം സഹിക്കാൻ പറ്റാത്തതാണ് എന്നാണ് പറയുന്നത്. കാരണം ചൈതന്യക്ക് 80 വയസ്സായി, അതുകൊണ്ടാണ് പറയാത്തത്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ബിട്ടു കാണുന്നത് അക്വേറിയത്തിലെ മീന് ചത്തു കിടക്കുന്നതാണ്. കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വീണ് ഉടയുകയും നിലവിളക്ക് അണഞ്ഞു പോവുകയും ചെയ്യുന്നു. പുറത്തു വന്ന് നോക്കിയപ്പോൾ കാറിന്റെ പെട്രോൾ ലീക്ക് ആയതിന്റെ അടയാളവുമുണ്ട്. പണ്ടു നടന്നതെല്ലാം വീണ്ടും ആവർത്തിക്കുന്നത് കണ്ട് ബിട്ടുവിന് പേടിയാവുകയാണ്. ഈ സമയം ചൈതന്യയുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയായിരുന്നു അഞ്ജലി. തെർമോമീറ്റർ താഴെ വീണ് ഉടയുന്നു. കാറിന്റെ പെട്രോൾ ലീക്ക് ആണെന്നും ബ്രേക്ക് പണി ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് അഞ്ജലിയെയും വിളിച്ച് ബിട്ടു അവിടെ നിന്നും അവരെ രക്ഷപ്പെടുത്താനായി പോവുകയാണ്. ബെഡിൽ നിന്നും എണീറ്റ് ചൈതന്യ കാൽ വെക്കുന്നത് പടഞ്ഞ തെർമോമീറ്ററിലാണ്. ജനലിലൂടെ വന്ന് നോക്കുമ്പോൾ ബിട്ടുവിനെയും അഞ്ജലിയെയും പോകാൻ സമ്മതിക്കാതെ അവരുടെ നായ കുരയ്ക്കുകയാണ്. ഈ സമയം ചുമരിൽ തൂക്കിയിരുന്ന വുഡൻ കലണ്ടർ താഴെ വീഴുകയാണ്. ചൈതന്യ അതെടുത്ത് നോക്കുമ്പോൾ അതിലെ ഡേറ്റ് ഫെബ്രുവരി 14 എന്നായിരുന്നു. തന്റെ അച്ഛനും അമ്മയ്ക്കും അപകടം പറ്റാൻ പോകണമെന്ന് മനസ്സിലാക്കി ചൈതന്യ താഴേക്ക് ഓടി വരികയും 2 വീലറിൽ വരുന്ന ഒരാളോട് ലിഫ്റ്റ് ചോദിക്കുകയും ചെയ്യുന്നു. തന്റെ ഫാമിലി ആ കാറിൽ ഉണ്ടെന്നും ആ കാറിനെ ഫോളോ ചെയ്യണമെന്നും പറയുന്നു. അപ്പോഴേക്കും ബിട്ടു നാഗാർജുനയും പ്രിയയും സഞ്ചരിച്ച് കാറിനരികിൽ എത്തുന്നു. കാറിനെ മെല്ലെ മെല്ലെ ഇടിച്ച് ബിട്ടു ആ കാർ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ്. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു അവർ. അപ്പോൾ ഒരു ലോറി അവരുടെ നേരെ പാഞ്ഞു വരികയാണ്. അവരാരും അത് കാണുന്നില്ല. വെള്ളം അടിച്ച കുപ്പി ഉരുണ്ടുണ്ട് ബ്രേക്കിന്റെ അടിയിൽ പോയി വീഴുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ബ്രേക്ക് ചവിട്ടാൻ പറ്റാതെയാകുന്നു. ഈ സമയം 2 വീലറിൽ വന്ന ആ പയ്യൻ ലോറിനെ ഇടിച്ച് അതിന്റെ വഴി മാറ്റി വീഴുകയാണ്. അങ്ങനെ എല്ലാവരും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അതോടെ കഥ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. താങ്ക് യു.